മോദി 3.0 സർക്കാർ അധികാരമേൽക്കുകയാണ്. ഇവിടെ ഇന്ത്യൻ ജനാധിപത്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം മോദി 1.0, മോദി 2.0 അല്ല, മോദി 3.0. അത് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്ത ഒരു പാഠമാണ്. സഖ്യകക്ഷികളുമായിട്ട് ഭൂരിപക്ഷമുണ്ടാക്കി ഭരിക്കുന്ന ഒരു ഗതികേടിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും ഏകാധിപതിയായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായി തെളിയിച്ച മോദി മാറേണ്ടി വന്നത് ഒരു കാവ്യ നീതിയാണ്. ഇന്ത്യ രാഷ്ട്രീയ ചരിത്രത്തിൽ രണ്ട് പ്രധാനമന്ത്രിമാരാണ് ഏകാധിപതികളായത്. ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് ഏകാധിപതിയാകുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി എഴുതിയ കുറിപ്പുകൾ വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. ഞാൻ ഇത്രയും വലിയ മൃഗീയ ഭൂരിപക്ഷം, അതിൻ്റെ മലയാളം പറയുകയാണ്, ഇംഗ്ലീഷല്ല, ഇത്രയും വലിയ മൃഗീയ ഭൂരിപക്ഷം എനിക്ക് തരുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ എനിക്കുള്ള കടപ്പാട്, ഞാൻ ഏകാധിപതി ആകാൻ പാടില്ല, ഒരു ഡിക്റ്റേറ്റർ ആവാൻ ഞാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി തികഞ്ഞ ഏകാധിപതിയായ പ്രധാനമന്ത്രിയായി തെളിയിച്ചു. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥ, എമർജൻസി പുറത്തിറക്കി. അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഭരണചരിത്രത്തിൽ തികഞ്ഞ ഏകാധിപത്യം കാണിച്ച പിന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ രണ്ടുപേർ പലതവണയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഈ രണ്ടുപേര്, ഇന്ദിരാഗാന്ധിയും നരേന്ദ്രമോദിയുമാണ് ജനാധിപത്യത്തെ എങ്ങനെ ഒരു ഏകാധിപത്യ സംവിധാനമാക്കി ഭരണ സംവിധാനമായിട്ട് മാറ്റാമെന്ന് തെളിയിച്ചവരാണ്. അവിടെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് ശിക്ഷ കൊടുത്തു, ഇപ്പം മോദിക്കും ശിക്ഷ കൊടുത്തു. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിലെത്തുന്നു. ഏറ്റവും ദുർബലനായ ഒരു പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി 3.0 മാറുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു രജത രേഖയായിട്ട് നമ്മൾ വിലയിരുത്തും. പക്ഷേ ഇത് ഞങ്ങൾ പറയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം അങ്ങ് മഹത്താണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിലെ മികച്ച ജനാധിപത്യമൊന്നുമല്ല. 5 വർഷത്തിലൊരിക്കൽ ഒരു വോട്ട് ചെയ്ത് ജനങ്ങൾ തീരുമാനിച്ച് അധികാരത്തിൽ നിന്ന് ഒരാ പാർട്ടിയെ മാറ്റി മറ്റൊരു പാർട്ടിയെ അവരോധിക്കുന്ന ജനാധിപത്യത്തിനപ്പുറത്തേക്ക് നമ്മുടെ ജനാധിപത്യം വളർന്നിട്ടേ ഇല്ല. നമ്മുടെ ജനാധിപത്യം ഫെഡറലിസത്തിൽ അടിസ്ഥാനമായ ജനാധിപത്യമാവണം. കോയിലിഷൻ സർക്കാർ, കൂട്ടുകക്ഷി ഭരണക്രമം, യൂറോപ്പിലെ പോലെ, യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ പാർലമെന്റ് കഴിഞ്ഞാൽ യൂറോപ്പിലെ ഒരു 10-15 രാജ്യങ്ങൾ എങ്ങനെ ഫെഡറലിസത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ഭരണ സംവിധാനം കൊണ്ടുപോകുന്നു, ജനാധിപത്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അമേരിക്കൻ ജനാധിപത്യം പോലും നമുക്ക് മാതൃകയല്ല, ഇന്ത്യയും മാതൃകയല്ല. അപ്പൊ ഇന്ത്യൻ ജനാധിപത്യം മോദി ഭരണം തനിച്ച് കിട്ടാതെ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം വിജയിച്ചു എന്ന വിഡിത്തം നമ്മൾ ആദ്യമേ അങ്ങ് ചവറ്റുകുട്ടയിലെടുക്കുക. ഇനിയും നരേന്ദ്രമോദിമാർ വരും, ഇനിയും ഇന്ദിരാഗാന്ധിമാർ വരും. നമ്മുടെ ജനാധിപത്യം അത്രമാത്രം ദുർബലമാണ്. അത് ഫെഡറലിസത്തിന് ഊന്നൽ കൊടുക്കുന്നില്ല. കേന്ദ്രീകൃത സംവിധാനമാണ്, വികേന്ദ്രീകൃത ജനാധിപത്യം, കൂട്ടുകക്ഷി സർക്കാരുകളുടെ ഭരണ നേതൃത്വം, ഇതൊക്കെ വന്നാൽ മാത്രമേ ജനാധിപത്യം യഥാർത്ഥ ജനാധിപത്യമാവൂ. ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ഇപ്പം മോദി ഭരിക്കുന്നത് 2 പാർട്ടികളുടെ ഒത്താശ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് ആര്? 1ാം സ്ഥാനത്ത് ചന്ദ്രബാബു നായിഡു, തെലുങ്ക് ദേശം പാർട്ടി. 2ാം സ്ഥാനത്ത് ജനതാദൾ നേതാവ് നിതീഷ് കുമാർ. ഇവരെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന പോലെ മോദി ഭരിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം ഭദ്രമായി എന്ന് വിഡ്ഢിസ്വർഗത്തിലിരിക്കുന്നവർക്ക് മാത്രമേ ചിന്തിക്കാനാവൂ. ഇന്ത്യൻ ജനാധിപത്യം ഭദ്രമാകണമെങ്കിൽ നായിഡുവും നിതീഷ് കുമാറും പറയുന്ന ഭാഷ, അതിനെ ജനാധിപത്യവൽക്കരിക്കണം. അവർ പറയുന്ന ഭാഷ എന്താണ്? ബീഹാറിന് പ്രത്യേക പാക്കേജ് വേണം,
നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി പറയുന്നു, ഞങ്ങൾക്ക് ഇത്ര 1000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ബീഹാറിന് വേണം. നായിഡു പറഞ്ഞു, ഞങ്ങൾക്ക് പ്രത്യേക പദവി ആന്ധ്രയ്ക്ക് തരണം, ഇത്ര 1000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ. ഇത് കേൾക്കുന്ന നമ്മൾ പുളകിതരാവും. ആന്ധ്രയിലെ ജനങ്ങളും ബീഹാറിലെ ജനങ്ങളും കണ്ടോ, ഞങ്ങൾക്ക് വേണ്ടി നിതീഷ് കുമാറും പിന്നെ നായിഡുവും വാദിക്കുന്നത് കണ്ടോ, മഹാരഥന്മാരല്ലേ ഇവർ. അവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യം പരാജയപ്പെടുന്നത്. ഇവർ തെളിയിക്കേണ്ടത്, ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും തെളിയിക്കേണ്ടത് ശരിയായ ഫെഡറലിസം, ശരിയായ കൊയിലിഷൻ ഇൻ എ ഡെമോക്രസി, കൂട്ടുകക്ഷി ഭരണം ഒരു ജനാധിപത്യത്തിൽ എങ്ങനെ ജനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അവരാദ്യം പഠിക്കേണ്ടത് കേരളത്തെയാണ്. കേരളം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതറിയാം. കേന്ദ്രം കേരളത്തിന് തരാനുള്ള 55,000 കോടിയിലധികം രൂപ തരാത്തതിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ കേസിന് പോയത്, സുപ്രീം കോടതി ഇടക്കാല അടിയന്തര സഹായം അനുവദിച്ചത്. ഇതൊക്കെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും കാണുന്നുണ്ടോ? നിങ്ങൾ ആന്ധ്രയ്ക്കും ബീഹാറിനും വേണ്ടി വാദിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടിയാണോ വാദിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ജനാധിപത്യവാദികളാണെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ സുപ്രീം കോടതിയിലെ ഹർജിയെ സപ്പോർട്ട് ചെയ്യണം കേന്ദ്രത്തിനെതിരെ. തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ DMK ഗവൺമെന്റ് എടുത്ത നടപടികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ പല സംസ്ഥാനങ്ങളും, പഞ്ചാബ്, ഡൽഹി, പ്രതിപക്ഷ കക്ഷികൾ ഇരുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിച്ച വിവേചനം, സാമ്പത്തികം, മറ്റ് പുരോഗമന നടപടികളൊക്കെ കാണിച്ച വിവേചനത്തെ പറ്റി നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ആന്ധ്രയിലെ മഹാനായ നായിഡുവും ബീഹാറിലെ കിങ്മേക്കറായ ഇപ്പോഴത്തെ ഗവൺമെന്റിലെ കിങ്മേക്കറായ നിതീഷ് കുമാറിനും കഴിയുമോ? നിങ്ങൾക്ക് പാക്കേജ് മതി. ഞങ്ങളിത് വളരെ തുറന്നടിച്ച് പറയാണ്. നിതീഷ് കുമാറിന് ഒരു ബീഹാർ പാക്കേജ് മതി, കഴിഞ്ഞു. നായിഡുവിന് ഒരു ആന്ധ്ര പദവി മതി, പ്രത്യേക പദവി. കോടികൾ അതിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ട് പിന്നെ നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കേരളം ഉൾപ്പെടെ ഈ സംസ്ഥാനങ്ങളോട് രണ്ട് മോദി സർക്കാരുകൾ കാണിച്ച വിവേചനം, അനീതി നിങ്ങൾ അഡ്രസ് ചെയ്യുമോ? നിങ്ങൾ ആരാ? ഒരു നിതീഷ് കുമാറും ഒരു നായിഡുവും കൂടി ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും ഏറെ വഴികൾ മുന്നോട്ട് പോകാനുണ്ട്. ഫെഡറലിസം എന്താണെന്നും കൊയിലിഷൻ സർക്കാർ ജനങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും എങ്ങനെ ജനാധിപത്യത്തിലെ ഏകാധിപത്യം ഇല്ലാതാക്കാമെന്നും തെളിയിക്കാൻ ഞങ്ങൾ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ ജനത തന്ന ഒരു സുവർണ അവസരമാണിത്. നിങ്ങൾ പാക്കേജ് പദവിയുടെ പിന്നാലെ പോകാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഫെഡറലിസം, യൂണിയൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. യൂണിയൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് നമ്മൾ നിർവചിക്കുന്നത് എങ്ങനെയാണ്? വാർത്തകളിൽ, മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാർ, ഒരു കേന്ദ്ര സർക്കാർ ഇവിടെ വേണ്ട. അങ്ങനെ ഇറ്റ്സ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇത് ഫെഡറലിസമാണ്. ഇത് കൊയിലിഷൻ ഗവൺമെന്റ് ജനാധിപത്യം സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം. അതിന് നായിഡുവും നിതീഷ് കുമാറും തയ്യാറാകുമോ? ഇത്തരം ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ മാതൃക കേരളമുണ്ട്. വികേന്ദ്രീകരണത്തില് നമ്മുടെ നാട്ടില് ഇത്രയും വികസനം ഉണ്ടായത് എങ്ങനെയാണ് നമ്മൾ ആലോചിക്കണം. ജനകീയ ആസൂത്രണം, കുടുംബശ്രീ പ്രസ്ഥാനം, ഗ്രാമപഞ്ചായത്തുകൾ കൊടുത്ത വിപുല അധികാരം, സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ കൊടുത്ത വിപുല അധികാരങ്ങൾ നിയമനിർമ്മാണം വഴി. പക്ഷെ അത് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലോ ജില്ലാ പഞ്ചായത്ത് തലത്തിലോ നമുക്ക് ഇതുവരെയും അത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കേരളത്തിൽ പോലും, കേരളത്തിലെ ജനാധിപത്യം പോലും പൂർണ്ണമല്ല. ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബ്ലോക്ക് ലെവലിലോ ജില്ലാ പഞ്ചായത്ത് ലെവലിലോ ഇനിയും അത് വരാനിരിക്കുന്നു. ഇനിയും കേരളം പോലും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. രാജകീയ ഭരണം മാറിയിട്ട് ആ രാജകീയ കസേരയിൽ ഒരു പുതിയ പ്രധാനമന്ത്രി വന്നിരുന്നിട്ട് ഏകാധിപതിയെ പോലെ ഭരിക്കുന്ന ജനാധിപത്യമേ ഇപ്പോഴും ഇന്ത്യയിലുള്ളൂ. ഞങ്ങൾ തുറന്നടിച്ച് പറയുകയാണ്. രാജഭരണം മാറിയിട്ട് ജനങ്ങൾ 5 വർഷത്തിൽ ഒരിക്കൽ തെരഞ്ഞെടുത്ത ഒരാൾ വന്നിട്ട് ആ രാജകീയ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുന്ന 2 ഗവൺമെന്റുകളെ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കണ്ടു. മോദി 1.0, മോദി 2.0. മോദി 3.0 അതാകാതിരിക്കാൻ ക്രിയാത്മകമായിട്ട് നായിഡുവിനും
ഇദ്ദേഹത്തിനും ബീഹാർ മുഖ്യമന്ത്രിക്ക് നിതീഷ് കുമാറിനും ഇടപെടാൻ പറ്റുമോ? ഇന്ത്യക്ക് മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടി വാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിലേ ഇന്ത്യൻ ജനാധിപത്യം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം നിങ്ങൾ കേരളത്തിന്റെ കേസിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണോ? നിതീഷ് കുമാറും നായിഡുവും തയ്യാറാണോ? എം കെ സ്റ്റാലിൻ ഉന്നയിച്ച വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ തയ്യാറാണോ? അതോ നിങ്ങൾക്ക് ബീഹാറിലും നിങ്ങൾക്ക് ആന്ധ്രയിലും പാക്കേജും പദവി മാത്രം മതിയോ നിങ്ങളുടെ രാഷ്ട്രീയം? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഡെമോക്രസി ഇപ്പോഴും ശൈശവ അവസ്ഥയിലാണ്. നമ്മൾ ഇപ്പോഴും യൂറോപ്യൻ ഡെമോക്രസിയിലേക്ക് ജനാധിപത്യത്തിലേക്ക് വളർന്നിട്ടില്ല. നമുക്ക് അമേരിക്കൻ ജനാധിപത്യം ഒരു മാതൃകയുമല്ല. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്. അതും മാതൃകയല്ല. അപ്പൊ മാതൃക എവിടെ നിന്ന് എടുക്കണം? മാതൃക ഈ രാജ്യത്ത് കേരളം, അതേപോലെ തമിഴ്നാട്, കുറച്ച് അങ്ങനെയുള്ള ഒരു 3-4 സംസ്ഥാനങ്ങളിൽ നിന്നും പഠിക്കാനുണ്ട്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ പാർലമെന്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് മനസ്സിലാക്കി നായിഡുവും നിതീഷ് കുമാറും പ്രവർത്തിക്കുമോ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്.